ഒരു സാധനമുണ്ട്, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, NGT, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ, ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താ ദിയേ? കോസി ജുഡീഷ്യൽ ബോഡി അല്ലേ? കോടതി ആണോ എന്ന് ചോദിച്ചാൽ കോടതി അല്ല, അല്ലേ എന്ന് ചോദിച്ചാലാണ്. അങ്ങനെ കോടതി അല്ലാത്തതും സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലാത്തതും എങ്കിൽ രണ്ടിൻ്റെയും സ്വഭാവമുള്ളതുമായ ഒരു സംവിധാനമാണ് ട്രൈബ്യൂണൽ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ എന്ന് പറയും മലയാളത്തിൽ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. NGT വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ 18th October 2010. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 18th October 2010 ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അണ്ടർ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010. ഇതിനു വേണ്ടി ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നു. ഏതാ? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010 എന്ന് പറഞ്ഞ് വേറൊരു നിയമം കൊണ്ടുവന്നു. It works for effective and expeditious disposal of the cases related to environmental protection and conservation of forests and other natural resources, including environment of any legal rights related to environment and giving relief to compensation for damages to persons and property and for matters connected with these and having bearing on this. എന്തിനാ ഇത് കൊണ്ടുവന്നേ? It works for effective expeditious disposal in the case related to environmental protection. Environmental protection ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എഫക്റ്റീവായി അത് മാത്രം കേട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൊണ്ടുവന്നത്. ഇൻക്ലൂഡിങ് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എൻവയോൺമെൻ്റൽ ഇഷ്യൂ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ്. ഇത് ഫോറസ്റ്റ് കൺസർവേഷൻ നടത്തുന്നതിന് വേണ്ടി ഇടപെടും, നാച്ചുറൽ റിസോഴ്സസ് കൺസർവേഷൻ നടത്തുന്നതിന് വേണ്ടി ഇടപെടും. ഇൻക്ലൂഡിങ് എൻഫോഴ്സ്മെന്റ് ഓഫ് എനി ലീഗൽ റൈറ്റ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ്. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇടപെടും. ഇൻക്ലൂഡിങ് എൻഫോഴ്സ്മെന്റ് ഓഫ് എനി ലീഗൽ റൈറ്റ്സ് റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ ആൻഡ് ഗീവിംഗ് റിലീഫ് ആൻഡ് ടു കോമ്പൻസേഷൻ ഫോർ ഡാമേജസ് ടു പ്രിസർവ് ആൻഡ് പ്രോപ്പർട്ടി ഫോർ ദ മാറ്റേഴ്സ് കണക്റ്റഡ് ഹാവിയറിംഗ് ടു ദിസ്. ഏതുമായി ബന്ധപ്പെട്ട്? എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും റിലീഫ് ഉണ്ടെങ്കിൽ, കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ, ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് വ്യക്തികൾക്കാണെങ്കിലും സ്ഥാപനങ്ങൾക്കാണെങ്കിലും, പേഴ്സൺസ് ഓർ റിലീഫ് പ്രോപ്പർട്ടി ഫോർ ദ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർ വിത്ത്. എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിലീഫ് കൊടുക്കുന്നതിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യും? എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ലോയും എൻവയോൺമെൻ്റൽ ട്രൈബ്യൂണലും ഉപയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ബോഡി റിക്വയർമെന്റ് വിത്ത് all necessary expertises. ഇത് ഒരു സ്പെഷ്യലൈസ്ഡ് ബോഡിയാണ് നിയന്ത്രിക്കുന്നത്. എക്സ്പെർട്ടൈസസ് ടു ഹാൻഡിൽ എൻവയോൺമെന്റൽ ഡിസ്പ്യൂട്ട് ഇൻവോൾവിംഗ് മൾട്ടി ഡിസിപ്ലിനറി ഇഷ്യൂസ്. എൻവയോൺമെന്റൽ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഇഷ്യൂസ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു എക്സ്പേർട്ട് ബോഡിയെയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. The tribunal is not bound by procedure laid down under CPC 1908. സിവിൽ പ്രൊസീജിയർ കോഡിലെ പോലെ ലെങ്തി പ്രൊസീജിയർ ഒന്നും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയ്യുന്നില്ല. എന്തുവാ പറഞ്ഞേ? The tribunal is not bound by the procedure laid down under CPC 1908. സിവിൽ പ്രൊസീജിയർ കോഡ് 1908 ലെങ്തി പ്രൊസീജിയറാണ് പറയുന്നത്. ഒരു കേസ് കിട്ടിയാൽ
എതിർഭാഗത്തിന് നോട്ടീസ് കൊടുക്കണം. അവർ പരമാവധി അത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. വലിച്ചു നീട്ടിക്കൊണ്ടുപോയിട്ട് അവർക്ക് ആ സൗകര്യത്തിന് എവിഡൻസ് കൊടുക്കും. ആ കേസ് തീരുമ്പോഴത്തേന് 10-20 വർഷം. അങ്ങനെ സിവിൽ കേസിലെ 10-20 വർഷ കാലതാമസമൊന്നും ഇതിനില്ല. However, it guided by the principle of natural justice. എന്നിരുന്നാലും ശരി തന്നെ ഇത് നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുകയും എതിർകക്ഷിയെ എന്തു ചെയ്യും, നിയമപരമായി കേൾക്കുകയും ചെയ്യും. അതാണ് നാച്ചുറൽ ജസ്റ്റിസ്. ഇനിഷ്യലി സാധാരണയായി the NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സിറ്റിംഗ് are proposed to 5 places with circuit provisions of making itself more accessible in New Delhi. ഒന്ന്, ഇതിൻ്റെ ബെഞ്ച് കാണുന്നത് ന്യൂഡൽഹിയിലാണ്. അവിടെയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പ്രിൻസിപ്പൽ ബെഞ്ച്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് ഉള്ളത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി ഈസ് എ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് സിറ്റിംഗ് ആൻഡ് ട്രൈബ്യൂണൽ അറ്റ് ഭോപ്പാൽ Pune, Kolkata, Chennai are other 4 places sitting of tribunal. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസ് കൊടുക്കണമെങ്കിൽ എവിടെ പോകണം? ഭോപ്പാലിൽ പോകണം, പൂനെയിൽ പോകണം, കൊൽക്കത്തയിൽ പോകണം. ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണേന്ത്യയിലാണെങ്കിൽ ചെന്നൈ പോകണം. അതാണ് ബുദ്ധിമുട്ട്. ഓക്കെ, ഈ 5 സ്ഥലത്താണ് എന്തുള്ളത്, സിറ്റിംഗ് ഉള്ളത്. The government, with the consultation of the Chief Justice of India, appoint its chairman. സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചുകൊണ്ട് ആരെ വെക്കും? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിലെ ചെയർമാനെ വെക്കും. അപ്പോൾ ജഡ്ജ് എന്നല്ല പറയുന്നത്, ചെയർമാൻ എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് സന്ദേർക്കർ കുമാർ ആണോ എന്നിപ്പോൾ നമ്മൾ നെറ്റി നോക്കണം. ഓക്കെ, കുമാർ, എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ സെക്കൻഡ് ചെയർമാൻ ഓഫ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ ഒരു രണ്ടാമതൊരു ചെയർമാനെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആരാണ്? സത്വന്ദർ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, the forest clearance does not come under the purview of NGT. ഫോറസ്റ്റ് ക്ലിയറൻസ് എന്ന് പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വനം വെട്ടിയിറക്കിയിട്ട് വീണ്ടും വനം വെക്കുന്ന പരിപാടിയാണ്. മരം മുറിച്ച് മാറ്റിയിട്ട്. ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ പർവ്യൂ ഓഫ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഇൻ ഇന്ത്യ, അത് പറയണ്ടല്ലോ. മനസ്സിലായോ മക്കൾസേ? മനസ്സിലായോ? കാർത്തികമോള് വന്നല്ലോ. എപ്പോഴാ വന്നേ? ശരി. ID കാർഡോ? ശരി. ശരി, ആയിക്കോട്ടെ. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലോ അല്ലെങ്കിൽ പരീക്ഷ അടുത്ത് വരികയാണ്. പഠിക്കുമ്പോൾ മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരോടും പറയാണ്. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് നമ്മുടെ, അപ്പോൾ ജനറൽ പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പാർട്ടാണുള്ളത്. ഇംഗ്ലീഷ് പാർട്ടിൽ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വൊക്കാബുലറി. ജൂലിയ മോള് പോയാ? വൊക്കാബുലറി എടുത്ത് നോക്കി, എടുത്ത് വായിച്ചേ കേട്ടെ.
abash to disconnect, abate to lessen, abdict to forsake, give up, abduct to take away, abhor to hate or think with disgust, abjure to solemnly renounce, abnegate, renounce or reject, abominate to dislike, abort, undergo the operation of fetus or remaining underdeveloped, abrade to corrode, erode, abrogate, repeal or do away with, dissolve to pronounce free of guilt, abstruse, difficult to understand, accentuate, make more noticeable or prominent, acclimatize, praise enthusiastically and publicly, acclivity, upward slope, accord, to grant, to allow, accused, a person against whom allegation of offense is made. ബാക്കി വായിക്കണോ സർ? വേണ്ട, നിയമങ്ങൾ വായിച്ചേ. Sir. In your preparation for the LSB entrance test, your success enhances on your familiarity with as many words as possible and your ability to put this knowledge to practical use. For one to put this knowledge, for one there will be direct questions on word meanings. This knowledge will also be crucial for the various comprehension passages where a few keywords may hold the meaning of an entire paragraph. There are some everlasting benefits in possessing a large vocabulary. Mental horizons widen, the word view expands, the thinking apparatus become more versatile and efficient. Following is the word list. A bactinal remote cause, abacter a cattle thief, abandon to desert, abase to degrade, abash to disconnect, abate to lessen, abdicate to forsake, give up, abduct to take away, abhor to hate or thinking with disgust, abjure to solemnly or renounce, abnegate, renounce or reject, abominate to dislike, abort, undergo the option of features or remain undeveloped, upgrade to corrode, erode, abrogate, repeal or do away with, absolve to pronounce free of guilt, abstruse, difficult to understand, accentuate, make more noticeable or prominent, acclimatize, practice enthusiastically and publicly, acclivity, upward slope, accord, to grant, to allow, accuse, a person against whom allegation of offense is made. യെസ്, അതിൽ ഏതെങ്കിലും ടേം പറയണോ? കാർത്തിക മോളൊന്ന് വായിച്ചേ. In your preparation for the LLB entrance test, your success hinges on your familiarity with as many words as possible and your ability to put this knowledge to practical use. For one, there will be direct questions on word meanings. This knowledge will also be crucial for various comprehension passages where a few keywords may hold the meaning of an entire paragraph. There are some everlasting benefits of possessing a large vocabulary. Mental horizons widen, the word view expands. The thinking apparatus becomes more versatile and efficient. Following is the word list. Abactinal remote causes, abactor a cattle thief, abandon to desert, abase to degrade, abash to disconnect, abate to lessen, abdicate to forsake, give up, abduct to take away, abhor to hate or things with disgust, abjure to solemnly renounce,
abnegate, renounce or reject, abominate, to dislike, abort, undergo the operations of otious or remains undeveloped. Abrade, to corrode, erode. Abrogate, repeal or do away with. Absolve, to pronounce free of guilt. Abstract, difficult to understand. Accentuate, make more noticeable or prominent. Acclimatize, appraise enthusiastically and publicly. Acclivity, upward slope. Accord, to grant, to allow. Accused, a person against whom allegations of offense is made. യെസ്, Sir. ഏതെങ്കിലും ടൈം പറയണോ? Sir, acclimatize. പ്രൈസ് enthusiastically and publicly എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ആ, ഒരാളെ പരസ്യമായി, പബ്ലിക്കലി, enthusiastically, വളരെ താല്പര്യത്തോടു കൂടി ഉയർത്തിപ്പറയുക, പൊക്കിപ്പറയുക. നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് സാധനം. ചിലപ്പോൾ ചില കേസൊക്കെ ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ വക്കീലന്മാർ പറയും, ഈ കോടതിയുടെ മുമ്പിൽ ആർഗ്യൂ ചെയ്യാൻ പറ്റത് എനിക്ക് ഭയങ്കര അക്ലിമേറ്റൈസ് ആയെന്ന് പറയും. അപ്പോഴത്തേന് കോടതി ഒന്ന് പൊങ്ങും. ജഡ്ജിനോട് പറയും, ഇല്ലെങ്കിൽ എതിർഭാഗം വക്കീലിനോട് പറയും. അവൻ ഒരുപക്ഷെ അവൻ ജയിക്കുന്ന കേസായിരിക്കും. രണ്ട് പൊക്കിയൊക്കെ പറയുമ്പോഴത്തേക്കും, പരസ്യമായിട്ട് ഇങ്ങനെ രണ്ട് ഡയലോഗൊക്കെ പറയുമ്പോഴേക്കും അവന് അർത്ഥം അറിയാമെങ്കിൽ അവൻ വിചാരിക്കും, ഞാനിപ്പം ജയിക്കുന്നും കൊണ്ട് ഇങ്ങനെ പൊങ്ങി അങ്ങ് നിൽക്കും. ഇപ്പം ചില പോയിന്റൊക്കെ പുള്ളി മറന്നങ്ങ് പോകും. എഴുതിക്കൊണ്ട് വരാത്തവരാണെങ്കിലേ ചില പോയിന്റ്സ് ഒക്കെ അങ്ങ് വിട്ടുപോകും. വക്കീല് പണി എന്ന് പറഞ്ഞാൽ, വക്കീല് പണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് അറിയുമോ? വേർഡ്സ് ആർ ദ ടൂൾസ് ഓഫ് ആൻ അഡ്വക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഗുസ്തി പിടിക്കാനോ ഡാൻസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലല്ലോ. നമ്മൾ നാക്ക് കൊണ്ടാണല്ലോ നമ്മൾ കാര്യം അവതരിപ്പിക്കണ്ടേ. അതിന് പറയുന്നത് എങ്ങനെയാണ്? വേർഡ്സ് ആർ ദ ടൂൾസ് ഓഫ് ആൻ അഡ്വക്കറ്റ് എന്നാണ് പറയുന്നത്. വാക്കുകളാണ് വക്കീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതുകൊണ്ട് വാക്കുകൾ നമുക്കറിയണം. ഓക്കെ ജൂലിയ മോളെ, വേറൊന്നും ഡൗട്ട് ഇല്ല എങ്കിൽ അടുത്ത റൈറ്റ് സൈഡിലെ പോർഷൻ ഒന്ന് വായിച്ചേ. എന്താ മോളെ? എത്രാമത്തെ മോളെ? ABGURE അല്ലേ? സോളംലി റിനോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ ഈ സത്യപ്രതിജ്ഞയൊക്കെ കൊടുക്കത്തില്ലേ, സത്യവാങ്മൂലം. കട്ടായി പോന്നു. അങ്ങനുണ്ടോ? നിങ്ങൾ എല്ലാവരും ഓഫ് ചെയ്ത് വെച്ചേ മൈക്ക്. നമ്മൾ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യത്തില്ലേ? സത്യപ്രതിജ്ഞ ചെയ്യത്തില്ലേ? സത്യപ്രതിജ്ഞ, സത്യവാങ്മൂലമൊക്കെ കൊടുക്കുമ്പോഴേക്കും അതിനകത്തൊരു വാക്ക് ചേർക്കും, ഭയഭക്തി ബഹുമാനത്തോടെ. പറയുന്നത് കേൾക്കാമല്ലോ? അപ്പോൾ ഭയവും ഭക്തിയും ബഹുമാനവും എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സോളംലി. ആ അതേ മീനിങ് ആണ് അബ്ജൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പോകുമ്പോൾ ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെ ഒരുമിച്ച് പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മൾ കണ്ണും അടച്ചൊക്കെ കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കും. ചിലർ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും, ചിലർ നിസ്കരിക്കും ഒക്കെ ചെയ്യത്തില്ലേ? അവയാണ് അബ്ജൂർ എന്ന് പറയുന്നത്. ഭയഭക്തി ബഹുമാനത്തോടെ, സോളംലി എന്ന് പറയുന്നത് നമ്മൾ സത്യവാങ്മൂലം കൊടുക്കുമ്പോഴാണ്. അഫിഡവിറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. സത്യവാങ്മൂലം എന്നതിൻ്റെ മലയാളം വാക്കാണ് അഫിഡവിറ്റ്. അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മലയാളത്തിൽ ഒരു പദം ചേർക്കും, ഭയഭക്തി ബഹുമാനത്തോടെ ഞാൻ സമർപ്പിച്ചു കൊള്ളുന്നു എന്ന് പറയും. അതാണ് സോളംലി. അതിൻ്റെ ഈക്വൽ വേർഡാണ് അബ്ജൂർ. ഓക്കെ, മനസ്സിലായോ മോളെ? വേറെ ഏതെങ്കിലും ടൈം പറയണോ നോക്ക്.
ഓക്കെ, ജൂലിയ മോള് വായിച്ചോ. Initial letters of other words. Actuate, motivate to act in a particular way. Acumen, ability to make good judgments and take good decisions. Adduce, to give as proof. Adjacent, next to or adjoining something else. Adjoin, be next to and joint with. Adjournment, to defer the proceedings to another day. Adjudicate, to act as judge and give decision. Adjudge, state note. Adverse, acting in contrary direction. Advocate, support or speak in favor of. Aesthetic, pertaining to beauty. Affect, to have an influence on. Affidavit, voluntarily written statement, signed, sworn or affirmed. Affluence, inflow and increasing wealth. Aforementioned, said or written before. Aggrandize, to make or seem to make greater. Agoraphobia, extreme or irrational fear of open or public places. Agrarian, relating to farming. Alert, fully awake and ready to act. Alias, fictitious name, a false or assumed name. Alienate, to cause a person to become unfriendly or indifferent. Allay, diminished or end. Allegation, statement against a person which he undertakes to prove. Altercation, a heated dispute. Altruist, one who dedicates his life to helping others. Amass, to collect or pile up. Ameliorate, to improve. Amiable, inspiring friendliness. Analogy, reasoning from parallel cases. യെസ്, ദിയ മോള് വായിച്ചേ. Acrimonious. ഒരു മിനിറ്റ്, Bitter in temper. ദിയ മോള് വായിക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൂന്നാളും അത് നോട്ട് ചെയ്ത് വെക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. Acrimonious, bitter in temper. Accompanying, word from initial letter of other words. Accurate, motivate to act in particular way. Acumen, ability to make good judgment and take quick decision. Adduce, to give as proof. Adjacent, next to or adjoining something else. Adjoin, be next to and join with. Adjournment, to defer the proceeding to another day. Adjudicate, to act as judge and giving decision. Adjure, to state on oath. Adverse, acting in contrary direction. Advocate, support or speak in favor. Aesthetic, pertaining to beauty. Effect, to have an influence on. Affidavit, voluntary written statement signed, sworn or affirmed. Affluence, inflow and increasing wealth. Aforementioned, said or written before. Aggrandize, to make or seem to make greater. Agoraphobia, extreme or irrational fear of open or public places. Agrarian, relating to farming. Alert, fully awake and ready to act. Alias, fictitious name, a false or assuming name. Alienate, to cause a person to become unfriendly or indifferent. Allay, diminish or end. Allegation, statement against a person which he undertakes to prove. Altercation, a heating dispute. Altruist, one who dedicates his life to helping others. Amass, to collect or pile up. Ameliorate, to improve. Amiable, inspiring friendliness. Analogy, reasoning from parallel cases. യെസ്, എന്തെങ്കിലും പറയണോ? Sir, agoraphobia. Agoraphobia is extreme or irrational fear of open or public places. സ്റ്റേജ് ഫൈറ്റ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഡയലോഗൊക്കെ ആയിരിക്കും, പക്ഷെ മൈക്കിൻ്റെ മുമ്പിൽ ചെന്നാൽ മിണ്ടുകയല്ല.
എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഹലോ, ഒന്നുകൂടെ പറയോ? സ്റ്റേജ് ഫൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റേജ് ഫൈറ്റ്. നമ്മൾ ഭയങ്കര പാട്ടുകാരനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പ്രാസംഗികനായിരിക്കും, പക്ഷെ മൈക്ക് കണ്ടാൽ പിന്നെ പാടുകയല്ല, വിറയ്ക്കും. അതിനെയാണ് സ്റ്റേജ് ഫൈറ്റ് എന്ന് പറയുന്നത്. അതാണ് അഗ്രോഫോബിയ എന്ന് പറഞ്ഞ എക്സ്ട്രീം ഓർ ഇറാഷണൽ ഫിയർ ഓഫ് ഓപ്പൺ ഓർ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സ്റ്റേജ് ഫൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് ഫൈറ്റ് വക്കീലന്മാർക്കുണ്ടായാൽ ആ പണി നിർത്തി പോരേണ്ടി വരും. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മാത്രമേ സംസാരിക്കൂ, ബാക്കി എല്ലാവരും നമ്മളെ കേട്ടിരിക്കും. ജഡ്ജി അടക്കം നമ്മളെ കേട്ടിരിക്കും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. അടുത്ത എന്തെങ്കിലും ഉണ്ടോ പറ. അനലോഗി, റീസണിങ് ഫ്രം പാരലൽ കേസസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ കോടതി ഇങ്ങനെയൊക്കെയാണ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് എൻ്റെ കേസിലും കോടതി ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ എനിക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് അനലോഗി എന്ന് പറയുന്നത്. റീസണിങ് ഫ്രം പാരലൽ കേസസ്. മനസ്സിലായോ? ഓക്കെ, യെസ്, നെക്സ്റ്റ്. കാർത്തിക മോള് വായിക്കും. ആ സമയത്തേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കൂ കേട്ടോ എല്ലാവരും. ഓ, ആയിക്കോട്ടെ. Acrimonious, bitter in temper. Acronym, word from initial letter of other words. Actuate, motivate to act in particular way. Acumen, ability to make good judgment and take quick decisions. Adduce, to give as proof. Adjacent, next to or adjoining something else. Adjoin, be next to and joined with. Adjournment, to defer the proceeding to another day. Adjudicate, to act as judge and give decision. Adjure, to state on oath. Adverse, acting in contrary direction. Advocate, support or speak in favor of. Aesthetic, pertaining to beauty. Affect, to have an influence on. Affidavit, voluntary return statement signed, sworn or affirmed. Affluence, inflow and increasing wealth. Aforementioned, said or returned before. Aggrandize, to make or seem to make greater. Agoraphobia, extreme or irrational fear of open or public places. Agrarian, relating to farming. Alert, fully awake and ready to act. Alias, fictitious name, a false or assumed name. Alienate, to cause a person to become unfriendly or indifferent. Allay, diminish or end. Allegation, statement against a person which he undertakes to prove. Altercation, a heated dispute. Altruist, one who dedicates his life to helping others. Amass, to collect or pile up. Ameliorate, to improve. Amiable, inspiring friendliness. Analogy, reasoning from parallel cases. Yes. Any doubt? Yes, sir. ജൂലിയ മോളെ, Anatomy, ഒരു മിനിറ്റ്. anthropology, study of mankind. Antonym, a word opposite in meaning to another word. Anxiety, an emotional condition of fear and uncertainty. Apex, the highest point. Apology, regretful acknowledgement for an offense. Apostasy, abandoning of faith. Archives, place where records are kept. Arrears, what remains not done. Outstanding. യെസ്, വായിക്കൂ. Arson, crime
crime of setting fire to another's property. Articulate, expressing oneself fluently and coherently. Ascetic, one who leads a lonely, austere existence. Astronomy, a study of stars, planets, etc. Atheist, one who does not believe in God. Attempt, the act of trying, preparing. Attribute, consider something as the result of something else. Autobiography, story of someone else, one's life, self-written story. Autopsy, dissection of corpse to determine the cause of death. Axiomatic, principle accepted as self-evidence. I forever. Azoic, without life. യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ലൈനിൽ ഇല്ലേ? ഡൗട്ട് ഉണ്ടോ? എത്ര മോളെ? അപ്പോസ്റ്റേ ആണോ? അബാൻഡിങ് ഓഫ് ഫെയ്ത്ത്. അബാൻഡിങ് ഓഫ് ഫെയ്ത്ത് അല്ലേ? അബാൻഡിങ് ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? വിധി. നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നത്? ദൈവത്തിലും നമ്മുടെ ദൈവവിധിയിലും വിശ്വസിക്കുന്നതിനാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അബാൻഡിങ് ഓഫ് ഫെയ്ത്ത് അതിനെ ഇല്ലാതാക്കുന്നത്, അബാൻഡ് ചെയ്യുന്നത്. അബാൻഡിങ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായി കാര്യങ്ങളെ വിലയിരുത്തുന്നതിനെയാണ് അബാൻഡിങ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ശരി, ഡി എം മോള് വായിക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡി എം മോള് വായിച്ചതിന് ശേഷം ചോദിക്കാം. ഓക്കെ. Anatomy, structure of a body, annals, historical account, anthropology, study of mankind, antonym, a word opposite in meaning to another word, anxiety, an emotional condition of fear and uncertainty, affects the highest point, apology, regretful acknowledgement for an offense, apostasy, abandoning of faith, achieves, place where records are kept, arrears, what remains not done, outstanding debits, arson, crime of setting fire to another's property, articulate, expressing oneself fluently and coherently, ascetic, one who leads a lonely, austere existence. Astronomy, a study of stars, planets, etc. Atheist, one who does not believe in God. Attempt, the act of trying, preparing. Tribute, consider something as a result of something else. Autobiography, story of one's life, self-written story. Autopsy, dissection of a corpse to determine the cause of death. Axiomatic, principle accepted as self-evident. A, forever. Azoic, without life. യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ. ആ, കാർത്തി മോള് വായിച്ചേ. Anatomy, structure of a body, annals, historic accounts, anthropology, study of mankind, antonym, a word opposite in meaning to another word, anxiety, an emotional condition of fear and uncertainty, affects the highest point, apology, regretful acknowledgement for an offense, apostasy, abandoning of faith, archives, place where records are kept, arrears, what remains not done, outstanding debts, arson, crime of setting fire to another's property, articulate, expressing oneself fluently and coherently, ascetic, one who leads a lonely, austere existence, astronomy, a study of stars, planets, etc., atheist, one who does not believe in God, attempt, the act of trying, preparing, attribute, consider something as the result of something else, autobiography, story of one's life, self-written story, autopsy, dissection of
of a corpse to determine the cause of death. Axiomatic principle accepted as self-evident, i.e. forever azoic, without life. യെസ്, എന്തെങ്കിലും പറ. അച്ഛൻ എന്താ മോളെ? ആർട്ടിക്കുലേറ്റോ എവിടെ വരുന്ന മോളെ? എക്സ്പ്രസിങ് വൺ സെൽഫ് ഫ്ലുവന്റ്ലി ആൻഡ് കൊഹറന്റ്ലി അല്ലേ? ആ യെസ്. എക്സ്പ്രസിങ് വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അയാളുടെ കാര്യങ്ങൾ പറയുന്നു എന്തേ? ഫ്ലുവന്റ്ലി, ഒരു തട്ടും തടവുമില്ലാതെ. ആൻഡ് കൊഹറന്റ്ലി, ഒരാൾ അയാളുടെ കാര്യങ്ങൾ ഫ്ലുവൻ്റായും കൊഹറൻ്റായും ഒരു നിർത്തുമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനെയാണ് ആർട്ടിക്കുലേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. ജൂലിയമോൾ എന്തോ പറഞ്ഞേ? ജൂലിയമോൾ എന്തോ പറഞ്ഞേ? ആക്സിയോമാറ്റിക് ഒന്ന് പറയോ? എവിടെ മോളെ? താഴ്ന്ന് മുകളിലേക്ക് മൂന്നാമത്തെ അല്ലേ? ആ, പ്രിൻസിപ്പിൾ അക്സെപ്റ്റഡ് ബൈ സെൽഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ജൂലിയ മോള് എനിക്കെതിരെ ഒരു കോടതിയിൽ ഒരു പരാതി കൊടുത്തു, കേസ് കൊടുത്തു, സിവിലോ ക്രിമിനലോ എന്തോ ആവട്ടെ. അതിനകത്ത് ഒത്തിരി അലിഗേഷൻസ് എനിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നു 2, 3, 4 പാരഗ്രാഫിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ശരിയാണ്. മനസ്സിലായോ ജൂലിയ മോളെ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ജൂലിയ മോൾ എനിക്കെതിരെ കോടതിയിൽ കുറച്ച് അലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട്, അതെന്തോ ആവട്ടെ. അപ്പം ആ അലിഗേഷനും പ്രധാനമായും വന്നത് 1-ാമത്തെ പാരഗ്രാഫിലും 2-ാമത്തെ പാരഗ്രാഫിലും 3-ാമത്തെ പാരഗ്രാഫിലുമാണ്. അപ്പം ഞാൻ കോടതിയിൽ വന്ന് പറയുകയാണ്, ജൂലിയ കോടതിയിൽ ഉന്നയിക്കപ്പെട്ട 1-ാമത്തെ പാരഗ്രാഫിലും 2-ാമത്തെ പാരഗ്രാഫിലും 3-ാമത്തെ പാരഗ്രാഫിലും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ സത്യമാണ് എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആക്സിമോറ്റിക് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ അക്സെപ്റ്റഡ് ആസ് സെൽഫ് എവിഡൻസ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ തെളിവ് കൊടുക്കേണ്ടതില്ല. ജൂലിയ പ്രത്യേകിച്ച് തെളിവ് കൊടുക്കണ്ട, ഞാൻ സമ്മതിച്ചല്ലോ. കുറ്റസമ്മതമല്ല, പക്ഷെ എന്നിട്ട് നമ്മൾ പറയുന്നു 1, 2, 3, 4 പാരഗ്രാഫിലെ ശരിയാണെന്ന് പറയും. എന്നിട്ട് നമ്മൾ താഴെ പറയുന്നു 5, 6, 7, 8 പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പ്ലനേഷൻ അങ്ങോട്ട് കൊടുക്കും. കേട്ടില്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ പരിഹാരം ഉണ്ടാക്കാം. ഡോണ്ട് വറി. ജൂലിയ മോള് എനിക്കെതിരെ ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിച്ചു കോടതിയിൽ. കേൾക്കാമോ? ഹലോ ഹലോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിച്ചു. ആ ഡിസ്പ്യൂട്ടിൽ 1, 2, 3, 4 പാരഗ്രാഫുകളിൽ കുറച്ച് അലിഗേഷൻസ് ഉണ്ട്. 5, 6, 7 പാരഗ്രാഫിലും അലിഗേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കോടതിയിൽ വന്നിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുകയാണ്, എഴുതി ഫയൽ ചെയ്യും. അതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, വാട്ട് എവർ സെയ്സ് ഇൻ പാരഗ്രാഫ് 1, 2, 3, 4 ആർ ട്രൂ ഇൻ ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്, ഇൻഫർമേഷൻ ആൻഡ് ബിലീഫ്. 1, 2, 3, 4 പാരഗ്രാഫിൽ ജൂലിയ ഉന്നയിച്ചതെല്ലാം ശരിയാണ്. എന്നാൽ 5, 6, 7 പാരഗ്രാഫിൽ ഉന്നയിച്ചത് തെറ്റാണ്, അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ഓരോന്നിനും. ആ 1, 2, 3, 4 പാരഗ്രാഫിൽ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ അക്സെപ്റ്റഡ് ആസ് സെൽഫ് എവിഡൻസ് എന്ന് പറയുന്നത്. മെമ്പറെ, ഞാൻ 9 മണി കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ. ഞാൻ 9 മണി കഴിഞ്ഞ് ഉറപ്പായിട്ടും വിളിക്കാം. ഓക്കെ.
മക്കളെ മക്കളെ നമ്മൾ പറഞ്ഞു കേട്ടോ, കോടതിയിൽ ഒരാൾ ചെന്നിട്ട് എതിർകക്ഷി ഉന്നയിച്ച അലിഗേഷൻസ് ഇന്ന ഭാഗത്തെയൊക്കെ ശരിയാണ് എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ അക്സെപ്റ്റഡ് ആസ് സെൽഫ് എവിഡൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും കുറ്റസമ്മതമല്ല. അയാൾ കുറച്ച് ഭാഗങ്ങൾ അയാൾ പറഞ്ഞ തെറ്റാണ് എന്നും കൂടി പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കും. പൂർണ്ണമായും കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തോ പറയും? അക്കംപ്ലൈസ് എന്ന് പറയും. അക്കംപ്ലൈസ്. കേൾക്കുന്നുണ്ടോ? ഇല്ലേ? ജൂലിയ? ആരും ഇല്ലല്ലോ. ഉണ്ടല്ലോ, ആരും മിണ്ടുന്നില്ലല്ലോ. ജൂലിയ കേൾക്കാമോ? ഹലോ 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 പോയാ? ഹലോ പറഞ്ഞോ. ഏത് അളവന് നിങ്ങൾ വിളിച്ചില്ലേ? പോയി കണ്ടില്ലേ? നിങ്ങൾ അവരെ ഒന്ന് വിളിക്ക്. ഞാൻ 9 മണി കഴിഞ്ഞ് വിളിക്കാം. ഞാൻ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇത് ശരിയാവുകയില്ല.